ഭാരതസഭയിൽ വിശുദ്ധ അൽഫോൻസമ്മയ്ക്ക് ശേഷം വീണ്ടും ഒരു പുണ്യവതി, എവുപ്രാസ്യമ്മ. ആ പുണ്യവതിയുടെ ജീവിതത്തിലൂടെ നമ്മളെ വഴി നടത്തുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ ക്ലിയോപാട്രയാണ്. നമുക്ക് അമ്മയോടൊപ്പമായിരിക്കാം. കാട്ടൂർ ഗ്രാമത്തിൽ ജനിച്ച് കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൽ ജീവിച്ചു മരിച്ച ഒരു പുണ്യാത്മാവ് എവുപ്രാസ്യമ്മ. അമ്മയുമായി അടുത്തിടപഴകി ദൈവാനുഭവവും ദൈവകൃപയും സ്വന്തമാക്കിയ ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ ക്ലിയോപാട്രയാണ് ഇന്ന് നമ്മോടൊപ്പം. തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിലും വിമല കോളേജിലും ഇംഗ്ലീഷ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച് തൃശ്ശൂർ നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയറായും ജനറൽ കൗൺസിലറായും സേവനമനുഷ്ഠിച്ചു. ശേഷം CVCI വിമൻ കമ്മീഷൻ സെക്രട്ടറി പദവിയും അലങ്കരിച്ചു. സർവോപരി എവുപ്രാസ്യമ്മയുടെ നാമകരണ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന വൈസ് പോസ്റ്റുലേറ്റർ പദവിയും. സിസ്റ്ററിന് ഇന്ന് സ്വാഗതം. എവുപ്രാസ്യമ്മയുടെ നാമകരണ പരിപാടിയിൽ വളരെയധികം പരിപാടികൾ സിസ്റ്റർ വൈസ് പോസ്റ്റുലേറ്റർ എന്ന നിലയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഉപരി നേരിട്ട് പരിചയപ്പെടാനും നിങ്ങൾ കണ്ടുമുട്ടാനുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അപൂർവം ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ സാഹചര്യങ്ങളെ പറ്റിയും ആ അന്നത്തെ അവസ്ഥകളെ പറ്റിയും ഒന്ന് സിസ്റ്റർ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ആദ്യമായിട്ട് ഞാൻ എവുപ്രാസ്യമ്മയെ കുറിച്ച് കേൾക്കുന്നത് എൻ്റെ സഭാവസ്ത്ര സ്വീകരണത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന ഒരവസരമാണ്. ഇപ്പോൾ രാത്രിയിലെ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, ഒരു സിസ്റ്റർ ഇതേ എവുപ്രാസ്യമ്മയുടെ വാഴ്വ് കിട്ടാനായിട്ട് എല്ലാവരെയും വിളിക്കുന്നു. അപ്പോൾ ഞാനാണ് ഏറ്റവും ഇളയത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. ഞാൻ ചിന്തിച്ചു, മദറിൻ്റെ വാഴ്വ് എന്നല്ലല്ലോ പറഞ്ഞത്, എവുപ്രാസ്യമ്മയുടെ വാഴ്വ് ലഭിക്കാനെന്നാണല്ലോ പറഞ്ഞത്, അതെന്താണാവോ എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും എഴുന്നേറ്റ് പോയി. എവുപ്രാസ്യമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് മുകളിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് താഴെ വന്ന് എവുപ്രാസ്യമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ അനുഗ്രഹം മേടിച്ച് ഞങ്ങൾ പോയത്. അപ്പോൾ തന്നെ എനിക്കൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു, എവുപ്രാസ്യമ്മയുടെ അനുഗ്രഹം മേടിക്കാനായിട്ടല്ലേ എന്ന്. അതങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വെച്ചു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സഭാവസ്ത്ര സ്വീകരണമാണ്. അപ്പോൾ സഭാവസ്ത്ര സ്വീകരണത്തിന് പോയി കർമ്മലീത്ത സന്യാസിനിയായി. ആ സമയം തന്നെയാണ് എവുപ്രാസ്യമ്മയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷവും നടന്നത്. പിന്നെ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഈ സ്ഥലം ഞങ്ങൾ നോവിസസായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പം നോവിഷ്യേറ്റിൽ ഞങ്ങൾ ഇവിടെ വന്നു. ഏറ്റവും വലിയ സിസ്റ്ററായിരുന്നു ഞാൻ. അങ്ങനെ ആ രംഗത്തിലെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ എവുപ്രാസ്യമ്മ ഇവിടെയുണ്ട്. അപ്പോൾ എവുപ്രാസ്യമ്മ ഇവിടെയുണ്ട്, അന്ന് കണ്ട അമ്മയല്ലേ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എവുപ്രാസ്യമ്മ എന്ന് പറയുമ്പോൾ ഒക്കെ എനിക്ക് തോന്നാറുണ്ട് എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു ഭയഭക്തി വരുന്നുണ്ട്. എവുപ്രാസ്യമ്മ വളരെ കാരുണ്യമുള്ള ഒരാളായിരുന്നു, വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു. കുറച്ച് പ്രായമായിട്ടുള്ള അമ്മയാണ്. അപ്പോൾ അന്ന് കാലത്ത് ഒരു 75 വയസ്സിനോടടുത്ത് അമ്മ ആയിരിക്കുകയാണ്. ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ഈ ലൈറ്റ് പോയി പെട്ടെന്ന്. അന്നൊക്കെ വേഗം ലൈറ്റ് പോയി. അപ്പോൾ മണിക്കാരിയായിരുന്ന കൊച്ചു സിസ്റ്ററിൻ്റെ പോക്കറ്റിൽ നിന്ന് വേഗം തീപ്പെട്ടി എടുത്തിട്ട് ഉരച്ച് മെതിരി കത്തിച്ച് ആ വിളക്ക് കത്തിച്ചു. അപ്പോൾ അമ്മയുടെ കമൻറ്റ് കേൾക്കായിരുന്നു, വൈസ് വെർജിൻ, ബുദ്ധിയുള്ള കന്യക എന്ന്. അപ്പോൾ ആ ഒരു എപ്രീസിയേഷൻ വളരെയധികം ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ. അപ്പോൾ അതുപോലെ അമ്മ ആവശ്യമുള്ള സമയത്ത് കൺഗ്രാജുലേറ്റ് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. വേറൊരവസരത്തിൽ ഞങ്ങൾക്ക് പ്രായശ്ചിത്തം
കിട്ടി. വല്ല തെറ്റും ചെയ്യുമ്പോഴാണ് പ്രായശ്ചിത്തം കിട്ടുന്നത്. അപ്പോൾ തോട്ടത്തിൽ ഞാൻ സംസാരിച്ചു എന്നോ എന്തോ പറഞ്ഞിട്ട് എനിക്ക് ആദ്യം ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രായശ്ചിത്തം കിട്ടിയത്. അത് കൈ കുരിശുഭാഷ പിടിച്ച് ഒരു മനസ്താപ പ്രകടനം ചെയ്യണം. സിസ്റ്റേഴ്സ്, വലിയ അമ്മമാരൊക്കെ അവിടെ ഊട്ടുമുറിയിലുണ്ട്. എൻ്റെ നടുവിൽ വന്ന് മുട്ടുകുത്തി കുരിശിനെ നോക്കിയിട്ടാണ് ഞാൻ ഈ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ആദ്യത്തെ പ്രായശ്ചിത്തം ചെയ്യലാണ്. ഞാൻ വെയിൽ ഊരണ ഞങ്ങൾക്ക് വെയിൽ ഊരി കയ്യുമ്മ ഇട്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. വലിയ വിഷമമൊന്നും ഉണ്ടായില്ല, അങ്ങനെ പോയി. പക്ഷേ പിറ്റേ ദിവസം മർത്തീന എന്ന് പറഞ്ഞ സിസ്റ്ററിനാണ് പ്രായശ്ചിത്തം കിട്ടിയത്. ആ സിസ്റ്ററിന് ഞങ്ങളുടെ മിസ്ട്രസ്സായിട്ടുള്ള ആൾ ഒത്തിരിയും കൂടി വിഷമം പിടിച്ചൊരു പ്രായശ്ചിത്തം കൊടുത്തത്. അതായത് വെയിൽ ഊരി കപ്പൂസ് ഊരി പ്രായശ്ചിത്തം ചെയ്യാൻ പറഞ്ഞു. കപ്പൂസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു വസ്ത്രമാണ്. ഇന്ന് കാലത്ത് അധികം പേര് ഇടുന്നില്ല, വളരെ പ്രായം ചെയ്യുന്ന സിസ്റ്റേഴ്സ് അത് ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ കപ്പൂസ് ഊരാന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ്. കാരണം തലമുടി ഒന്നും അവിടെ ഇല്ല. അതൊക്കെ പണ്ടേ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്, പറ്റവെട്ടി അല്ലെങ്കിൽ തലയിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എല്ലാവരുടെ മുമ്പിലും ചെന്ന് മുട്ടുകുത്തിയിട്ട് വെയിലെടുത്തിട്ട് ഈ കപ്പൂസ് മാറ്റി പ്രായശ്ചിത്തം ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഏറെ വിഷമം തോന്നി. വെയിലിടിച്ച് വന്നിട്ട് പിന്നെ എന്തിനാ അങ്ങനെ ഒരു പ്രായശ്ചിത്തം ചെയ്യണേ, അതും കപ്പൂസ് ഊരാൻ പറഞ്ഞപ്പോൾ. അപ്പം ഞങ്ങൾ സിസ്റ്റേഴ്സൊക്കെ കൂടിയിട്ട് നോവിസസൊക്കെ കൂടി ഇങ്ങനെ നോക്കിയിരിക്കുക, എന്താ ചെയ്യാൻ പോണയാവുമെന്ന്. ഈ സിസ്റ്റർ പോയി നടുവിൽ മുട്ടുത്തി വെയിലൂരി കൈമിട്ടു. അത് കഴിഞ്ഞ് കപ്പൂസ് ഊരി. ആ ഊരണ സമയത്ത് സീനിയർ സിസ്റ്റേഴ്സ് എല്ലാവരും ഒരു തരം ശബ്ദം ഉണ്ടാക്കുമായിരുന്നു, വേണ്ട എന്നുള്ള മട്ടിൽ. അയ്യോ അത് വേണ്ടായിരുന്നു എന്നുള്ളതിൽ. പക്ഷേ ഈ സിസ്റ്ററിന് അപ്പോൾ ഒന്നും ചെയ്യാൻ നിർത്തിയില്ലല്ലോ, കാരണം ഗുരുത്തിയമ്മ പറഞ്ഞിട്ടുള്ളതാണ്, ചെയ്തില്ലെങ്കിൽ നമ്മൾ സഭയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. അപ്പോൾ ആ സിസ്റ്റർ അത് ചെയ്തു. അത് കഴിഞ്ഞ് കപ്പൂസിട്ടു, വെയിലിട്ടു, ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്തുതി പറയും ഉല്ലാസത്തിന് വേണ്ടിയിട്ട്. ഭക്ഷണം കഴിഞ്ഞ് വരാന്തയിലേക്ക് കടന്നു. ഞങ്ങൾ ശ്രദ്ധിക്കുക എന്താ അമ്മമാരുടെ കമൻറ്റ് എന്ന് വെച്ചിട്ട്. ആരും സ്തുതി പറഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ല. സാധാരണ സ്തുതി പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ഒരൊറ്റ സിസ്റ്റർമാർ പറഞ്ഞില്ല. അവയങ്ങനെ ശ്രദ്ധിച്ചു എന്താ ഒരു പറയാത്തതെന്ന്. അവസാനം എയ്പ്രാസിമ്മയുടെ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. അതിങ്ങനെയായിരുന്നു, ഇത് വേണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു കുളിർക്കാറ്റ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണ പോലെ തോന്നി. ഇത് വേണ്ടായിരുന്നു. അതായത് ഇത്രയും വലിയ പ്രായശ്ചിത്തം ഈ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കണ്ട. വളരെ സ്നേഹം തോന്നുന്ന വിധത്തിൽ ആരൊറ്റ വാക്ക്, പിന്നെ ആരും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇന്നും തങ്ങി നിൽക്കുകയാണ്, അത് വേണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ എയ്പ്രാസിമ്മയുടെ വളരെ സ്നേഹം അനുഭവപ്പെടത്തക്ക വിധത്തിൽ ഞങ്ങൾക്ക് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതേസമയം അമ്മ തെറ്റ് തിരുത്താൻ മടിക്കാറില്ല. ഉപദേശങ്ങൾ വേണ്ടവർക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്യും. ഒരിക്കൽ ഒരു ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരു ഗ്രൂപ്പ് വന്ന് ഊട്ടുമുറിയിൽ എല്ലാം വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ജോലിയാണ് അത് ചെയ്തിട്ട് പോയി. പക്ഷേ എയ്പ്രാസിമ്മ വന്ന് നോക്കിയപ്പോൾ അമ്മയുടെ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഇങ്ങനെ അടിയിൽ മുഴുവനും മാറാമ്പലിന് എട്ടുകാലിയാണ്. അതായത് ഞങ്ങൾ നോക്കിയത് മീതെ ഭാഗങ്ങൾ, മേശയുടെ അടിയിൽ ഞങ്ങൾ ആരും ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ എയ്പ്രാസിമ്മ ഞങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ ഇത് നോക്കിയൻ, ഈ മേശയുടെ അടിയിൽ കണ്ടില്ലേ മാറാമ്പലിന് എട്ടുകാലിയൊക്കെ അല്ലേ, ഇത് അമ്മമാരുടെ ചോറൊക്കെ വിളമ്പി വയ്ക്കുമെന്ന്. അമ്മമാരുടെ ചോറിലൊക്കെ വന്നു കഴിഞ്ഞാൽ വിഷമാവില്ലേ, നിങ്ങളെന്താ ശ്രദ്ധിച്ച് ചെയ്യാത്തതെന്നാണ്. ഉടനെ തന്നെ ഞങ്ങൾ മുട്ടുകുത്തി പറഞ്ഞു, ക്ഷമിക്കണേ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാണ്ട് തെറ്റു വന്നതാണ്, ക്ഷമിക്കണേ, ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ മതി, ഇനി ശരിക്കും ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇത്രയും വിശുദ്ധയായി ജീവിച്ച എയ്പ്രാസിമ്മയ്ക്ക് അപ്പോൾ വളരെ വിശിഷ്ടമായൊരു ബാല്യകാലം ഉണ്ടായിരിക്കും ഈ ഗുണങ്ങളെല്ലാം ലഭിച്ചത്. അമ്മയുടെ ബാല്യകാലത്തെ പറ്റിയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? നല്ലൊരു കുടുംബജീവിതമായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. വളരെ ധനാഢ്യനായ ഒരപ്പനായിരുന്നു. അദ്ദേഹത്തിന് നല്ല സുശീലയായ ഭക്തിയുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കുടുംബത്തെ വളരെയധികം
കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ പതിക്കുന്ന വിധത്തിലാണ്. അപ്പോൾ അപ്പൻ ആൻ്റണി, അമ്മ കുഞ്ഞേത്തി, ഇവർ രണ്ടുപേരും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അമ്മ റോസ് എന്ന് പറഞ്ഞ മൂത്ത പെൺകുട്ടിക്ക് ഭക്തിക്കടുത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം അത് കാരണം നമുക്കറിയാം, എന്തെങ്കിലും കാര്യങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൂടുതലായിട്ട് അമ്മയോട് അടുക്കും, അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്. ഏറ്റവും മൂത്ത കുട്ടിയായിരുന്നു. അപ്പോൾ അപ്പൻ്റെ വലിയ താലോലിക്കലൊക്കെ ഉണ്ടെങ്കിലും അമ്മയോടാണ് അടുപ്പം. അപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്ന് നമസ്കാരങ്ങളും പ്രാർത്ഥനയൊക്കെ എത്തിക്കും. ഒരു ദിവസം ജപമാല ചൊല്ലിക്കഴിഞ്ഞ് അമ്മ ലുത്തനിയെ ചെല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെ ചൊല്ലി പറഞ്ഞു, മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഒഴിക്കണമേ. അപ്പോൾ ചോദിച്ചു, അമ്മേ ഇതാരാ ഈ മാലാഖമാരുടെ രാജ്ഞി? അത് ഈശോയുടെ അമ്മയാണ്. അത് നിൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയാണ്. മാലാഖമാരുടെ രാജ്ഞിയാണ് ഈശോയുടെ അമ്മ. അതാണ് പ്രാർത്ഥനയിൽ പറയണേന്ന് പറഞ്ഞു. പക്ഷെ അത് മുഴുവനും കുട്ടിക്ക് മനസ്സിലായില്ല. അന്ന് 9 വയസ്സ്. അപ്പോൾ കുട്ടി, മാലാഖമാരുടെ രാജ്ഞി ആരമ്മയും മാലാഖമാരെ? മാലാഖമാർ ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പുകഴ്ത്തുന്നവരാണ് മാലാഖമാരെ. അപ്പോൾ അവരുടെയും കൂടെ മാതാവ് രാജ്ഞിയാണ് എന്നാണ് ഇതിൽ പറയണതെന്ന് പറഞ്ഞു. എന്നാലും കുട്ടിക്ക് മുഴുവനും മനസ്സിലായില്ല. തന്നെയല്ല, ഇതൊന്നും അറിയാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടി രാത്രി ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറങ്ങുന്നില്ല. ഈ മാലാഖമാരുടെ രാജ്ഞി എന്നുള്ള ആ പദത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ വന്ന് നോക്കി, മോളെ നീ ഉറങ്ങിയില്ലേ? അമ്മ, ഈ മാലാഖമാരുടെ രാജ്ഞി എന്ന് പറഞ്ഞ ആൾ അത് മാതാവാണ്, നിൻ്റെ അമ്മയാണ്. അത് നീ പ്രാർത്ഥിക്കാം, നിനക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം, പക്ഷെ നീ ഇനി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. എന്നാലും കുട്ടിക്ക് അങ്ങനെ ഉറക്കം വരുന്നില്ല. മാലാഖമാരുടെ രാജ്ഞി, ഈ ആളെ എങ്ങനെയാവും? മാലാഖമാരുടെ രാജ്ഞി, ഈ അമ്മ എങ്ങനെയാണ്? ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ, വളരെ ഭംഗിയുള്ള ഒരു സ്ത്രീ കട്ടിലിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് കുട്ടി എഴുന്നേറ്റിട്ടില്ല. കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മോളെ റോസ്, ഞാനാണ് മാലാഖമാരുടെ രാജ്ഞി. ഞാൻ ഈശോയുടെ അമ്മയാണ്. ഞാൻ നിൻ്റെ അമ്മയാണ്. ഞാൻ എല്ലാവരുടെയും അമ്മയാണ്. നിനക്ക് മാലാഖമാരുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ 3 ദിവസം വന്ന് നിന്നെ മാലാഖമാരുടെ കൂടെ ആരാധിക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അവൾക്ക് സന്തോഷമായി. അതോടുകൂടി ഇങ്ങനെയും കൂടി പറഞ്ഞു, നീ ഒരു കന്യാസ്ത്രീയാകണം എന്ന്. ഈ ആൾ പോയ ഉടനെ ഇവൾ എഴുന്നേറ്റ് മുട്ടുകുത്തിയിട്ട് അവളുടെ കന്യാവ്രതം ദൈവത്തിന് നേർന്നു. അവളൊരു കന്യാസ്ത്രീയാകുമെന്നും ജീവിതം മുഴുവനും ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്നു എന്നും പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ച്, അപ്പോൾ തന്നെ അവൾക്ക് വളരെ സമാധാനം ആയി. എന്നിട്ട് അവൾ ഉറങ്ങാൻ കിടന്നു. അവൾ ഉറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ പറഞ്ഞ സമയത്ത് മാതാവ് വന്നു. എന്നിട്ട് മാലാഖമാരോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് ശ്രാപ്പയ മാലാഖമാരോടുകൂടി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദൈവസ്നേഹം എന്ന പുണ്യം അഭ്യർത്ഥിക്കുക. അങ്ങനെ ഈ 2 മണിക്കൂർ ഇടവിട്ട് 6 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക് അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. കൊച്ചുകുട്ടിയാണെങ്കിലും നല്ലോണം ബോധത്തിൽ കയറി എന്നാണ് പറയണേ. ഈ പ്രശ്നം ഒരു 3 ദിവസം വന്ന് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൽ ആത്മപിതാവിനെ എഴുതിയ കത്തിൽ പറയാണ്, പിതാവേ, അതെല്ലാം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. പിന്നെ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല. ദിവസം മുഴുവനും അമ്മ പറഞ്ഞതുപോലെ മാലാഖമാരോട് കൂടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കൃത്യം മണിക്കൂറുകളൊക്കെ അതിൽ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, പിതാവും ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിലെ എബ്രാഹിമിയുടെ ജീവിതത്തിലെ ചെറുപ്പത്തിലെ ഒരു ദൈവികമായ അന്തരീക്ഷമായിരുന്നു വീട്ടിൽ. കാരണം പരിശുദ്ധ അമ്മ സന്ദർശിച്ചു, ഈ മകൾ ദൈവകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇവളുടെ താഴെയാണ് ആൺകുട്ടികൾ ഉണ്ടായത്, 3 ആൺകുട്ടികൾ. അതിനുശേഷം ഒരു കൊച്ചു പെൺകുട്ടി, കൊച്ചു ത്രേസ്യ എന്ന പേരായിട്ട്. നല്ല സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതമായിരുന്നു. നല്ല സമ്പത്തും ഉണ്ട്.
സ്വതവേ പറഞ്ഞാൽ ഏപ്രാസമ്മയ്ക്ക് കോൺവെൻറ്റിൽ ചേരേണ്ട യാതൊരു ആവശ്യവും ഇല്ല, ഭൂമിയിലെ കാര്യങ്ങൾ പോലെ ചിന്തിക്കുകയാണെങ്കിൽ. പക്ഷേ സ്വർഗീയ കാര്യങ്ങളനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രാസമ്മയുടെ മാതാവ് പറഞ്ഞു, നീ ഒരു കന്യാസ്ത്രീയാകണം എന്ന്. അമ്മ ഏത് വയസ്സിലാണ് സന്യാസിനി സമൂഹത്തിലേക്ക് ചേർന്നത്? അമ്മ 9 വയസ്സിൽ മാലാഖമാരോടുകൂടി പ്രാർത്ഥിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് 2-2.5 വർഷം കഴിയുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ എനിക്ക് പോകണം. അപ്പോഴേക്കും കല്യാണം ആലോചിച്ചു അന്തോണി അപ്പൻ. അപ്പോൾ തിരിച്ചു പറഞ്ഞു ഞാൻ വിവാഹം ചെയ്യുന്നില്ല, എന്നെ കൂനമ്മാവിൽ കൊണ്ടാക്കണം, അവിടുത്തെ ബോർഡിങ്ങിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അവിടെ മാത്രമേ ഒരു കന്യാസ്ത്രീ മഠമുള്ളൂ. പിന്നെ എങ്ങനെ ഈ കൂനമ്മാവ് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ 2 കന്യാസ്ത്രീകൾ അവിടെ നിന്ന് വന്നിരുന്നു. ഇവരുടെ വീടിൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുള്ള സിസ്റ്റർമാർ 2 സ്ത്രീകൾ കന്യാസ്ത്രീകളായിട്ടുണ്ട്. അവർ വന്നു ദൈവവിളിയുള്ള കുട്ടികളെ കൊണ്ടുപോകാൻ. അപ്പോൾ ഇവളെന്ത് ചെയ്തു എന്നറിയാമോ? റോസ അവളുടെ താഴെയുള്ള കുട്ടീനെ കൊച്ചു ത്രേസ്യേനെ പത്താഴത്തിൽ ഇറക്കി വെച്ചു. കാരണം അവളെ എങ്ങാനും കണ്ടിട്ട് അവർ കൊണ്ടുപോയെങ്കിലോ എന്ന് സംശയിച്ചേ. പക്ഷേ അപ്പൻ എന്ത് പറഞ്ഞു എന്നോ, ഇവിടെ ആരും അങ്ങനെ സിസ്റ്റേഴ്സ് ആവാനായിട്ടില്ല, ഇനി ചെറിയ കുട്ടിയുണ്ട് കൊച്ചു ത്രേസ്യ, അവൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവളുടെ കാര്യം അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അവൾക്ക് കൂനമ്മാവിൽ കന്യാസ്ത്രീ മഠം ഉണ്ടെന്നും അവിടെ ഒരു ബോർഡിംഗ് ഉണ്ടെന്നൊക്കെ ഇവരുടെ സംസാരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണമെന്നുള്ള ആഗ്രഹം വന്നിരുന്നു. എവുപ്രാസ്യമ്മ കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൽ ചേർന്നതിന് ശേഷം വളരെയധികം ചുമതലകളും പദവികളും ഏറ്റെടുത്തിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ ചുമതലകളെ പറ്റി ഇവയൊക്കെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ സിസ്റ്ററെ? എവുപ്രാസ്യമ്മ കൂനമ്മാവ് ബോർഡിങ്ങിൽ നിന്ന് നമ്മുടെ രൂപതാ വിഭജനത്തിലാണ് തൃശ്ശൂർക്ക് വന്നത്. അന്ന് കൂനമ്മാവ് എറണാകുളം രൂപതയിലാണെങ്കിലും എറണാകുളം രൂപതയില്ല, തൃശ്ശൂർ രൂപതയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മേനാച്ചേരി പിതാവ് ആദ്യത്തെ തദ്ദേശീയ മെത്രാനാണ്. അദ്ദേഹം പുനർവിഭജനത്തിന് ശേഷം തൃശ്ശൂർക്കാരായിട്ടുള്ള എല്ലാവരെയും തൃശ്ശൂർക്ക് കൊണ്ടുവന്നു. അത് കണിച്ചായി കുടുംബക്കാർ കൊടുത്തിട്ടുള്ള അമ്പഴക്കാട് ഒരു വീടാണ് മഠമായിട്ട് ശരിപ്പെടുത്തിയത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് അച്ഛന്മാരെ വിട്ടു. അപ്പോൾ അച്ഛൻ പോയി അവിടുത്തെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ളവരും നവസന്യാസിനികളും ബോർഡിംഗ് കുട്ടികളും എല്ലാവരെയും അവർ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നവരെ ഒരാളാണ് എവുപ്രാസ്യ. അന്ന് ബോർഡിംഗ് കുട്ടി മാത്രമായിരുന്നു. അവിടെ വന്ന് അമ്പഴക്കാട് വന്ന് പിറ്റേ ദിവസം 1897 അവിടെ വന്നതിന് പിറ്റേ 9-ാം തീയതി വന്നു. 10-ാം തീയതി പിതാവ് തലമുണ്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തവരിൽ ഒരാളാണ് എവുപ്രാസ്യ. ആ പേരും അപ്പോൾ തന്നെ പിതാവ് കൊടുത്തതാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ 2ാം പേരും നമ്മളാണ് എടുക്കുക. അത് എവുപ്രാസ്യം എടുത്തു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ എന്ന പേര് കൊടുത്ത് ഒരു നവസന്യാസിനി, തലമുണ്ട് എന്നാണ് ആദ്യത്തെ ഇതിന് പറയുക, അങ്ങനെ തലയിൽ കൂടെ ഒരു മുണ്ടിടുന്ന പോലെയാണ്. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ആൾക്ക് സഭാവസ്ത്രം കിട്ടി. ആ സഭാവസ്ത്രത്തിലെ കർമ്മലീത്ത സന്യാസിനി സഭാവസ്ത്രം ധരിച്ചു. വലിയ സന്തോഷമായി. തൻ്റെ ആഗ്രഹ പൂർത്തീകരണമാണല്ലോ ഇവിടെ നടക്കണേ എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. പിന്നെ 2 കൊല്ലം കൂടിയും, ശരിക്കും പറഞ്ഞാൽ 3 കൊല്ലമാണ്, പക്ഷെ എന്നാലും 2 കൊല്ലം കൂടിയും അവിടെ തന്നെ ഈ സന്യാസിനി സഭാവസ്ത്രത്തിൽ ജീവിച്ചു. ദൈവം വളരെയധികം അമ്മയെ സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയൊരു റോള് പരിശുദ്ധ അമ്മ മൂലം അല്ലെങ്കിൽ തിരുക്കുടുംബം മൂലം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം പല പ്രാവശ്യം രോഗിണിയായിട്ട് മരിക്കാൻ പോയിരുന്നു. അത് ബോർഡിങ്ങിൽ വെച്ചിട്ട് മരിക്കാൻ പോയി. അന്ന് തിരുക്കുടുംബം പ്രത്യക്ഷപ്പെട്ട് എവുപ്രാസ്യമ്മേനെ രക്ഷിച്ചതാണ്. ഇവിടെ വന്നപ്പോഴും പല പ്രാവശ്യം രോഗങ്ങളുണ്ടായി. ഒരു തരം വാതപ്പനി അമ്മയ്ക്ക് വരും, ചോര ഛർദ്ദിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെയും അമ്മയെ രക്ഷപ്പെടുത്തി. അവർ വിചാരിക്കും കുട്ടി മരിച്ചു പോകേണ്ട സമയം, എന്നാലും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കും. 1900 മെയ് 24 ഈ ഒല്ലൂര് മഠത്തിലേക്ക് വരുന്നത് അമ്മ. അന്ന് തന്നെ അവരുടെ വ്രതവാഗ്ദാനം നടന്നു. അമ്മയും ബാക്കി 6 പേര്, അങ്ങനെ 7 പേരുടെ വ്രതവാഗ്ദാനമാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം ഉടനെ തന്നെ മെത്രാനച്ചൻ നവസന്യാസിനികളുടെ ഗുരുനാഥിയാക്കി വെച്ചു എവുപ്രാസ്യമ്മേനെ. അപ്പോൾ ഇവിടെ നവസന്യാസിനികളുടെ ഗുരുനാഥിയായിട്ട് 9 കൊല്ലം അമ്മ സേവനമനുഷ്ഠിച്ചു. ഗുരുത്തിയമ്മ എന്ന് പറയുന്നതാണ് അത്. ഗുരുത്തിയമ്മ എന്നാണ് അന്ന് പറയുക. അതുകൂടാതെ ഉടനെ തന്നെ ഔദ്യോഗികമായിട്ട്
നോവിസ് മിസ്ട്രസ് ആക്കിയിട്ട് ഒരാളെ നിയമിക്കണമെന്ന് പറഞ്ഞൊരു ചുമതല വന്നു. അപ്പോഴും എല്ലാവരും തിരഞ്ഞെടുത്തത് എബ്രാസ്മേനെയാണ്. അപ്പോൾ വീണ്ടും 4 കൊല്ലം കൂടിയും വന്നു. അങ്ങനെ 13 കൊല്ലം കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സിനെ, കൊച്ചു സിസ്റ്റേഴ്സിനെ അമ്മ ഒരുക്കി. അവരെ അങ്ങനെ ആ ശിക്ഷണം കിട്ടിയിട്ടുള്ളവരാണ് വലിയ അമ്മമാരൊക്കെ ആയിട്ട് പിന്നീട് വളർന്നു വന്നത്. അതിനുശേഷം അവരുടെ ശിക്ഷണം കിട്ടിയിട്ടുള്ളവരാണ് ഞാനൊക്കെ. അപ്പോൾ എബ്രാസ്മയ്ക്ക് അന്ന് വലിയ ഒരു ശിക്ഷണം നൽകാനായിട്ട്, അന്ന് വന്നിരുന്ന കുട്ടികൾക്ക് ശിക്ഷണം നൽകാനായിട്ടുള്ള വലിയൊരു കൃപ ദൈവം കൊടുത്തു. 13 വർഷം നോവിസ് മിസ്ട്രസ് ആയിട്ട് ആൾ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പിതാവ് എബ്രാസ്മയോട് പറഞ്ഞു, നിന്നെ ഞാൻ ഒല്ലൂർ മഠത്തിൻ്റെ അധിപയായിട്ട്, മദറായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അയ്യോ പിതാവേ, വല്ല വനങ്ങളിലോ കാടുകളിലോ പോയി ആരും അറിയാത്തൊരു ജീവിതം നയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, അനുസരിക്കാനല്ലേ പറഞ്ഞേ. തല കുനിച്ചു, അത് സ്വീകരിച്ചു. അങ്ങനെ ഈ മഠത്തിൻ്റെ മദറായിട്ട് 3 കൊല്ലം, സാധാരണ അതാണ് ഒരു ടേം, 3 കൊല്ലം അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ 2 ഉദ്യോഗങ്ങളാണ് പ്രത്യേകത്തിൽ എടുത്തു പറയാവുന്നത്. പിന്നെ അന്ന് ചാപ്റ്റർ എന്ന് പറയും, ഇന്ന് സിനാക്സിസ് എന്ന് പറയുന്നത്, ആ ചാപ്റ്ററിൽ അംഗമായിട്ട് പല പ്രാവശ്യം പോകാറുണ്ട്. പിന്നെ കൂടുതൽ ഭാരവാഹിത്വങ്ങൾ ചെയ്തിട്ടില്ല. എബ്രാസ്മയെ പറ്റി ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പ്രാർത്ഥിക്കുന്ന അമ്മ എന്നുള്ളൊരു വിശേഷണം. അതുപോലെ പല വിശേഷണങ്ങളും ഉണ്ടെന്ന് കേൾക്കുന്നു. സിസ്റ്റർ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് അധികവും സിസ്റ്റേഴ്സും ജനങ്ങളും വിളിക്കാറ് അമ്മയെ, പ്രാർത്ഥിക്കുന്ന അമ്മ. കാരണം അമ്മയിൽ ഏറ്റവും വിളങ്ങി പ്രകാശിച്ചിരുന്നത് പ്രാർത്ഥനയായിരുന്നു. അല്ലെങ്കിൽ അമ്മ പ്രാർത്ഥിക്കുന്നതായിരുന്നു മറ്റുള്ളവർക്ക് അധികം കാണാൻ സാധിച്ചിരുന്നത്. അമ്മ ഏകദേശം ഒരു 4 മണിക്കൂറുകൂടി എഴുന്നേൽക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞ് താഴെ വന്ന് നിൽക്കും. ആ താഴെ വന്ന് എബ്രാസ്മ വേഗം പോയി പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും പള്ളിവാതിൽ തുറന്നാൽ ആദ്യം കിടക്കുക എബ്രാസ്മയാണ്. അപ്പോൾ അങ്ങനെ എബ്രാസ്മ അവിടെ വന്നിട്ട് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. മറ്റുള്ളവരൊക്കെ എത്തുന്നതിന് മുമ്പ് അമ്മയുടെ 1 മണിക്കൂർ പ്രാർത്ഥന കഴിയും. അത് കഴിഞ്ഞിട്ടും അമ്മ അവിടെ ഉണ്ടായിരിക്കും. അമ്മ സാധാരണ മുട്ടുകുത്താറ് പ്രത്യേക അനുവാദത്തോട് കൂടിയിട്ട് മുമ്പിൽ അൽത്താരയുടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഇടുക്കുണ്ട് അവിടെ, വലിയ പള്ളിയിലേക്ക് കടക്കുന്നതിന് മുമ്പ്. അവിടെ ഒരു ചെറിയ ബെഞ്ചിട്ട് അവിടെയാണ് അമ്മ ഇരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് നല്ല സൈറ്റാണ് സക്രാരി നോക്കാനും അതിൻ്റെ മുകളിലുള്ള അമരോത്ഭവ മാതാവിനെ കാണാനും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അമ്മ പ്രാർത്ഥിക്കും. അത് ജനങ്ങളൊക്കെ നല്ലോണം കണ്ടിട്ടുണ്ട്. കാരണം ഈ മുക്കിലിരുന്ന ജനങ്ങൾക്ക് കാണാൻ പറ്റും, വലിയ പള്ളിയിൽ വരുന്ന എല്ലാ ജനങ്ങൾക്കും. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന അമ്മ ആരാ? എല്ലാ സമയവും അവർ നോക്കുമ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തോന്നി ഈ അമ്മ പ്രാർത്ഥിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അത് കാരണം അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ പാർലറിൽ മണികൊട്ടി പറയും, പ്രാർത്ഥിക്കുന്ന അമ്മേനെ ഒന്ന് വിളിക്കൂ. അപ്പോൾ ഇവിടെയുള്ളവർക്ക് പുറത്തുള്ളവർക്ക് സംശയമില്ല ആരാണ് പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന്. കാരണം എപ്പോഴും അമ്മയെയാണ് അവർ പ്രാർത്ഥിക്കുന്ന അമ്മയായിട്ട് കാണുന്നത്. അപ്പോൾ വിളിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ പറയും. എല്ലാവരുടെ ഓരോ വിഷമങ്ങളായിട്ട്, എൻ്റെ വീട്ടിലെ വഴക്കാണ്, കലാപമാണ്, ഒരു സമാധാനവും ഇല്ല അമ്മയൊന്ന് അപേക്ഷിക്കോ എനിക്കൊരു സമാധാനം കിട്ടാനായിട്ട് എന്നൊരു സ്ത്രീ വന്ന് പറയും. അപ്പോൾ എബ്രാസ്മ ഉടനെ തന്നെ അമ്മയുടെ സ്ഥലത്ത് വന്ന് മുട്ടുകുത്തി സക്രാരിയിൽ നോക്കി ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കൈ കുരിശുവാശം പിടിച്ചും മാതാവിനെ നോക്കിയിട്ടും ഇവരുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമെന്ന്, സമാധാനം കൊടുക്കണം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഇവർ വന്നിട്ട് എപ്പോഴും ഒരാളുകൾ വരും. ഇവർ വന്നിട്ട് വീണ്ടും വന്ന് ചോദിക്കും, ആ അമ്മോട് പ്രാർത്ഥിക്കുന്ന അമ്മോട് പറഞ്ഞോളൂ, എന്നാലും ഞാൻ പറഞ്ഞ കാര്യം സാധിച്ചു, അമ്മേനെ വിളിക്കണ്ട, അമ്മ പ്രാർത്ഥിച്ചോട്ടെ, അത് സാധിച്ചു, നന്ദി പറയുന്നു എന്നൊന്ന് പറയാൻ പറയും. അപ്പം നമുക്ക് മനസ്സിലാകുന്നത് ജനങ്ങൾ കൂടുതലായിട്ട് വന്നു തുടങ്ങി ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ. എന്നാൽ ഏറ്റവും അധികം പ്രാർത്ഥിക്കാനായിട്ട് പറയുക കൊച്ചുകുട്ടികളാണ്. ഇവിടെ ഒരു LP സ്കൂളുണ്ടായിരുന്നു പള്ളിയുടെ തൊട്ടപ്പുറത്ത്. അതിപ്പോൾ പൊളിച്ചു. LP സ്കൂള് ചെറിയുടെ ഭാഗത്താണ്. ആ കുട്ടികൾ ഇൻ്റർവെല്ലിന് ഇങ്ങനെ ഓടി വന്ന് നോക്കും. വാതിൽ തുറന്ന ഉടനെ ഈ പ്രസമ ഉണ്ടോയെന്നാണ് നോക്കുക. അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അവർ വരും ഓരോരുത്തരായിട്ട്.
എന്നിട്ട് ഈ കുട്ടികളെ അമ്മേനെ തോണ്ടി വിളിക്കണം. കാരണം അമ്മ ഇതൊന്നും അറിയില്ല. പ്രാർത്ഥനയിൽ കർത്താവിനെ നോക്കിയിരുന്നിട്ട് ഈശോ ആയിട്ടുള്ള സംഭാഷണത്തിലായിരിക്കും. അപ്പോൾ തോണ്ടി വിളിച്ചിട്ട് പറയാം, അമ്മേ അതേ എൻ്റെ അപ്പനെ ഇന്നലെ കള്ളു കുടിച്ച് വന്നിട്ടേ എൻ്റെ അമ്മേനെ അടിച്ചു എന്ന് പറയും. എന്നിട്ട് ഇവൻ കണ്ണൊക്കെ തുടച്ച് വിഷമിക്കും, എന്നെ അടിച്ചു എന്ന് സങ്കടത്തോടു കൂടി പറയും. അപ്പം മോൻ വിഷമിക്കണ്ട, അമ്മ പ്രാർത്ഥിക്കാം, മോൻ സമാധാനത്തിൽ പൊക്കും, അമ്മ പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് പറയും. അതോടുകൂടി പറയും 2 ആഴ്ച കഴിയുമ്പോൾ എല്ലാം ശരിയാകും കേട്ടോ എന്ന്. സമയം കൂടിയും പറയും അമ്മ. അത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഗിഫ്റ്റാണ്. അത് വരങ്ങളിലൊന്നാണിത് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഈ പറഞ്ഞ പോലെ 2 ആഴ്ചയുടെ ആ വീട്ടിലെ കലാപമൊക്കെ ശരിയായി ഉണ്ടാവും, കുട്ടിയും ശരിയായി. നന്ദി പറയാൻ വരുമ്പോൾ അധികം ഉപദ്രവിക്കില്ല. പാർലറിൽ വന്ന് പറഞ്ഞ് അമ്മോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് പോവുള്ളൂ. അങ്ങനെ LP സ്കൂളിലെ കുട്ടികളാണ് ആദ്യം വന്നിരുന്നത്. പിന്നീട് ഹൈസ്കൂളിലെ കുട്ടികൾ UP ഹൈസ്കൂളൊക്കെ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ടീച്ചർമാർ വന്നു തുടങ്ങി അവരുടെ വിഷമങ്ങൾ പറയാനായിട്ട്. അപ്പോൾ അമ്മ അതൊക്കെ കേട്ട് അമ്മ അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കും. പിന്നീട് നാട്ടുകാരെല്ലാവരും ഇത് കണ്ട് അറിഞ്ഞ് കേട്ട് നാട്ടുകാർ വന്നു തുടങ്ങി. അതിനുശേഷം പുറത്തുനിന്നുള്ളവരെ അകലേ ആകുന്ന ആളുകൾ വരും. എന്നിട്ട് അമ്മയെ വിളിക്കും. പേര് കൃത്യം അവർക്കറിയില്ല. അത് കാരണം അവർ ആ പ്രാർത്ഥിക്കുന്ന അമ്മേനെ ഒന്ന് വിളിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുക. അപ്പോൾ അമ്മയെ വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള വിഷമങ്ങളൊക്കെ പറയും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഓർക്കുന്നത് അന്ധകാര ശക്തികളുടെ മേലെ എബ്രാസമ്മയ്ക്ക് വലിയൊരു ശക്തി കൊടുത്തിട്ടുണ്ട് ദൈവം. അതായത് പൈശാചികമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളെ തകർക്കാനും അവരുടെ ആധിപത്യത്തെ നശിപ്പിക്കാനായിട്ട് ദൈവത്തോട് ഇത്രയും അടുത്തിരിക്കുന്ന ഈ കന്യകയ്ക്ക് ദൈവം അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു കുട്ടി, ഈ കുട്ടിയോട് അവിടെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ എന്താണ്ട് പഞ്ചസാര മേടിക്കാനായിട്ട് കുട്ടി വന്നു. അവിടെ വന്നു കഴിഞ്ഞ് കുട്ടി പഞ്ചസാര മേടിച്ച് ഓടുമ്പോഴുണ്ട് മുളങ്കാട്, അവിടെ തൊട്ടടുത്തൊരു സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് മുളങ്കാടുണ്ട്. അതിൽ നിന്ന് കുറേ പട്ടികൾ ഈ കുട്ടിയുടെ പിന്നാലെ പോയി. അപ്പോൾ കുട്ടി പേടിച്ച് ഓടന്നെ പട്ടികൾ കൂട്ടായിട്ട് ഇവൻ്റെ പിന്നാലെ ഓടുക. അങ്ങനെ വന്നിട്ട് ഇയാൾ ഒരു വീട്ടിൽ കയറി. ആ വീട്ടിലെ ഉടമസ്ഥ അപ്പൻ അവിടെ ഇരിക്കണ്ടായിരുന്നു. ആ അപ്പൻ്റെ മടിയിൽ ചെന്ന് വീണു. അപ്പോൾ ഈ അപ്പന് ഇത് ആരാന്നൊക്കെ നോക്കി കുട്ടിയെ മനസ്സിലായി എവിടുത്തെ കുട്ടിയാണെന്ന്. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, മോൻ ഇവിടെ ഉണ്ടെന്നൊന്ന് പറയേ, വന്ന് കൊണ്ടുപോകാൻ പറയുന്നു. അങ്ങനെ അപ്പൻ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാ മാസവും ആ സമയമാകുമ്പോൾ 6-6:30 മണി ആ സമയമാകുമ്പോൾ ഈ കുട്ടിക്ക് ബോധമില്ലാത്ത പോലെ വരും. എന്നിട്ട് കുട്ടി കിടന്ന് നായകൾ കാണിക്കണ പോലെ ഉരുളും കിടന്നിട്ട് നായകൾ കുരയ്ക്കണ പോലെ കുരയ്ക്കും. അപ്പോൾ ഇത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര വിഷമം, ഈ കുട്ടി ഇങ്ങനെ ആയല്ലോ ദൈവമേ എന്ന് വെച്ചിട്ട്. അപ്പോൾ എത്രമാത്രം ചികിത്സിച്ചിട്ടും സൂക്കേട് മാറിയിട്ടില്ല. പലരുടെ അടുത്തും കൊണ്ടുപോയി എല്ലാ വൈദ്യന്മാരും ഉപേക്ഷിച്ച്, അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അമ്മായി, കൊച്ചിൻ്റെ അമ്മായി, ഈ കുട്ടിയെ, കുഞ്ഞാറെന്ന് പറയുന്ന ആൾ ഈ കുട്ടിയെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. മോൻ വിഷമിക്കണ്ട, കുറച്ച് നേരം ഇവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുകളിൽ പോയി. അമ്മയുടെ മുറി ഇവിടെയാണല്ലോ, ഈ മ്യൂസിയത്തിലാണ്, അതിൻ്റെ ആദ്യത്തെ മുറിയാണ്. അവിടെ നിന്ന് ഒരു അരപ്പായ കടലാസ് എടുത്തു. ആ കടലാസിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിനോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ് അമ്മ തന്നെ ഒരു പ്രാർത്ഥനയുണ്ടാക്കി. ആ പ്രാർത്ഥന ചൊല്ലി ഒരു പേജ് മുഴുവൻ എഴുതി. ഈ അരപ്പായ പേജ് മറിച്ചിട്ട് വീണ്ടും അവസാനിപ്പിക്കുകയാണ് ആ പ്രാർത്ഥന. അങ്ങനെ 1.5 പേജുള്ള ഒരു പ്രാർത്ഥന എഴുതി. പിന്നെ ഒരു തിരുശേഷിപ്പ് ഒരു ചരണ്ടം ഇട്ടിട്ട് അതും കൊണ്ടുപോയി. എന്നിട്ട് താഴെ ചെന്നിട്ട് കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പ്രാർത്ഥന കൊടുത്തു, എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലണം, ഒറ്റ ദിവസം മുടങ്ങാൻ പാടില്ല. അമ്മായിയോടും പറഞ്ഞു, എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലണം, മുടങ്ങരുത്. എന്നിട്ട് ഈ തിരുശേഷിപ്പ് ഈ കുട്ടിയുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ ഊരണ്ട, കഴുത്തിൽ കിടന്നോട്ടെ, നിൻ്റെ കഴുത്തിൽ കിടന്നോട്ടെ. അടുത്ത വർഷം ഈ ദിവസം ഈ ബാധയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ്, അതുപോലെ തന്നെ വരങ്ങൾ. അതുകൊണ്ട് അന്ധകാര ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ശക്തി
അതിൻ്റെ കഴിവ്, അതിൻ്റെ ഗിഫ്റ്റ് ദൈവം കൊടുത്തിരുന്നു. ആ വരം ഉപയോഗിച്ചിട്ടാണ് അമ്മ ഈ കുട്ടീനെ സുഖപ്പെടുത്താനായിട്ടൊന്ന് കൃത്യം പറഞ്ഞതുപോലെ ആ ദിവസം 1 വർഷം തികയണ അന്ന് ഈ കുട്ടി നോർമലായി. പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവർ വന്ന് നന്ദി പറഞ്ഞു. അപ്പോൾ അന്ധകാര ശക്തികൾക്ക് എതിരായിട്ട് ഇന്നും അമ്മയ്ക്ക് ദൈവം ശക്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാലേ അങ്ങനത്തെയുള്ള ബന്ധനങ്ങൾ വിട്ടുപോകുകയും നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയും ചെയ്യും.